താഴെ പോ ബാ നടക്ക്. എവിടെ തുറക്കട്ടെ? ഇത് നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ ഫ്രണ്ടേജാണ്. കണ്ടോ, മുൾവേലി ഒരു സൈഡിൽ മുൾവേലിയൊക്കെയാണ്, ഒരു സൈഡിൽ കമ്പിവേലി അങ്ങനെയൊക്കെ വെച്ച് അടച്ചിട്ട് കന്നുകാലികളൊക്കെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ജിമ്മി ഇങ്ങനെ നടക്കുകയാണ് അതിലൂടെയൊക്കെ. ആരാണ് ഇവിടെ കിടക്കണേ? ഏയ് എന്താണ്? ആരാ ജിമ്മി? ഗോ ഗോ ഗോ. നോ ജിമ്മി. ജിമ്മി താഴേക്ക് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഓട്ടാണ്, നിൽക്കൂല. വാ കൊണ്ടുവന്നേ നോക്കട്ടെ. ആരാണിത്? ആരാണിത്? ജിമ്മിക്ക സൂയ മാറി. ആരാണിത്? മാറി. തളർന്ന് കിടക്കണം കേട്ടോ. കിതക്കിനുണ്ടോ? ഇപ്പോൾ വെള്ളം കുടിക്കാൻ പോവാ ജിമ്മി? ഡി കുഴങ്ങിയോ? ക്ഷീണിച്ചോ? പോവാം ബാ. പോവാം, വീട്ടിൽ പോവാം. ഡി വെള്ളം കുടിക്കാൻ പോവാം. വെള്ളം തരാം വാ. പോവാം വാ വാ വാ. വെള്ളം തരാം വാ. ആദ്യം അടുത്ത് പോവാം, ആദ്യം അടുത്ത് വന്നേ വാ. എവിടെയാണ് കിടന്നേ? ഓടിക്കച്ച് വന്ന പാടെയൊന്നും വെള്ളം കൊടുക്കാൻ പാടില്ല കേട്ടോ. ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവൾക്ക് വെള്ളം കൊടുക്കുക. കാരണം നന്നായിട്ട് കിതയ്ക്കുന്നുണ്ടാവും. ഓടിയിട്ട് വന്നിട്ട് നല്ല കിതപ്പായിരിക്കും, നായ്ക്കൾക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്നതിന് ശേഷം വെള്ളം, അത് പൈപ്പിൽ കുടിക്കുന്നതാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം. പൈപ്പിലെങ്ങനെ തുറന്നു കൊടുക്കുമ്പം അങ്ങനെ കുടിക്കും. വെള്ളം കൂടി പരിപാടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ വൃത്തിയാക്കലാണ്. കാരണം കൈയും കാലും മൊത്തം മണ്ണായിരിക്കും. അത് മൊത്തം ഷാമ്പു ഇട്ട് വാഷ് ചെയ്ത് കളയും. ഈ 2 കൈയും 2 കാലും നന്നായിട്ട് വാഷ് ചെയ്ത്, മുഖത്തും ഉണ്ടാവും മണ്ണൊക്കെ. എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പോയി മുഖം ഇങ്ങനെ ആവാം, മുഖം കൂടെ അങ്ങനെ മുഖം മൂക്കിൻ്റെ അവിടെയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കും. മുഖം കഴുകുന്ന സ്റ്റേ അല്ല കേട്ടോ. പിന്നെ കഴുകി കഴിഞ്ഞാൽ നന്നായിട്ട് തുടച്ചു കൊടുക്കണം. ഇവർക്ക് കുറച്ച് നനവുണ്ടെങ്കിൽ തന്നെ നല്ല സ്മെല്ലടിക്കും. അത് ഡോഗ്സിൻ്റെ ഒരു പ്രത്യേകതയാണത്. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഡ്രൈ ആക്കി കൊടുക്കണം. അപ്പം നമ്മൾ എത്രത്തോളം കെയർ ചെയ്ത് അവരെ കൊണ്ട് നടക്കുന്നോ അത്രത്തോളം അവർക്ക് അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.